പോകാം നമുക്കല്ലേ. ഞാൻ ലിജീനെ വിളിച്ചു നോക്കട്ടെ. ഞാൻ പനിയാന്നല്ല പറയുന്നേട്ടിക്ക്. ഹലോ ലിജിയെ, നീ പോരുന്നില്ലേ? ഞാള് പനിയാ. ഞാള് പോട്ടെ. കുടുംബശ്രീന്റെ യോഗം ഉണ്ടല്ലേ ഇന്ന്, അതുകൊണ്ടാ. അതല്ല ഞാനൊന്ന് വിളിച്ചോട്ടെ. ഇപ്പൊ പനിയാ കാരണശി? മയത്ത് കിടന്ന് ഉറങ്ങിട്ടാ. ഹലോ ലിജിയെ, ഞാള് ഇവിടെ പോവുക കൊയിലാണ്ടി. ഒരു ഓഫർ ഉണ്ടായിരുന്നു, ഇനി വരുന്നോ? 100 റുപ്യേന്റെ സാധനം എല്ലാം 99 ആ ബെഡ്ഷീറ്റ് തലാണ തുണിയെല്ലാം ഉണ്ട്. ആയിക്കോട്ടെ. ഓ പനിയൊന്നുമില്ല. വേഗം പുറപ്പെട്ടാ. ഓഫർ കേട്ടാൽ ഇനിയാണ് കുടുംബശ്രീയല്ലോ, അതൊക്കെ ഇനി വിളിച്ച വേഗം എടുത്താതാ. ഓഫർ എന്തായാലും പോയി വാങ്ങണല്ലോ. പൈസ ഒന്നും കയ്യിലില്ലെങ്കിലും എന്തെങ്കിലും ആക്കി വാങ്ങണല്ലോ. എന്താ ചെയ്യാ? എന്തായാലും സൗമിച്ച് വിളിക്കുകയും ചെയ്തിരിക്കും. ഓഫർ വാങ്ങണമെന്നാ ചെയ്യാ. ഷീറ്റും ഇതൊന്നും തന്നെ കൂട്ടാണ്ട് പോയതായിരിക്കും. എന്തായാലും ഒരു മുന്നിൽ വാങ്ങിക്കൊണ്ട് തന്നെ തരണം. അങ്ങനെ പഠിക്കാറ്. നമ്മൾ ഇവിടുത്തോളം വന്ന സ്ഥിതിക്ക് ഒന്ന് ലിജിന്റെ അടുത്ത് പോയി വരിക. അതാണല്ലേ നമ്മളോട് ഓള് വരികയാണെന്ന് എനിക്കല്ലേ. സൗമ്യ വിളിച്ചിട്ടില്ലായിരുന്നു എനിക്കല്ലോ. നമ്മൾക്കൊന്ന് പറ്റിക്കാലോ. അത് തന്നെ. എടേ ലിജിയെ, വേമ്പാ, നേരം പോയിടേ. വേമ്പാ, നീ മന്തിപ്പും കൊണ്ട് വേമ്പാ. സാധനം എല്ലാം വാങ്ങി ആരും പോയിക്കുണ്ടാവും. വേമ്പാ ഞാനല്ല വെറുതെ അതെല്ലാം നേരം പോയില്ല. അല്ല, സൗമ്യ ഓഫർ വിളിക്കുമ്പോഴത്തേക്ക് പരിമാറിയോ? കഥ മോളെ.